സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മിനി ക്രാഫ്റ്റ്. അപ്പോൾ നേരെ വീഡിയോയിൽ കേൾക്കാം. നേരെ പോയിട്ട് ഫുഡ് കുറവാണ്, ഫുഡ് കഴിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഓഫ് ക്യാമറയിൽ കുറച്ച് പ്ലാൻ ഇട്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ പാത്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ, ആ വീഡിയോ ഉണ്ട് തോന്നുന്നു. പാത്തുണ്ടാക്കി കുറച്ച് ടോർച്ച് എടുത്തിട്ട് വരാൻ പോയിട്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ മേലെ നിറയെ മോൺസ്റ്റേഴ്സ് സ്പോണാവുന്നുണ്ട്, നേരെ സ്പോണാവുന്നത് ഇതിൻ്റെ മേലെ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ടോർച്ച് എടുക്കണം കുറച്ച്. നാല് പോലെ ഒരു 10 ടോർച്ച് എടുക്കാം. 10 ടോർച്ച് അത്ര മതിയായിരിക്കും. ഒരു ടോർച്ച് ഇത് ഇവിടെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നെതർ ബ്ലോക്ക് വെക്കാം നമുക്ക് അതിന് പകരം. ഇത് പൊട്ടിക്കുക, ഇത് വയ്ക്കുക, ലൈറ്റ് വയ്ക്കുക. ഇവിടെ വയ്ക്കാൻ പറ്റില്ല, എന്താണോ മരത്തിൻ്റെ മേലെ ബ്ലോക്ക് വയ്ക്കാൻ പറ്റില്ലേ? ബ്ലോക്കിൽ വയ്ക്കുക, എന്നിട്ട് ബ്ലോക്കിൽ ലൈറ്റ് വയ്ക്കുക. പിന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കി, അതൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരായി കണ്ടു നോക്ക്. എന്നിട്ട് വേണം ഈ പാട്ട് കാണാൻ. അത്യാവശ്യം വെളിച്ചമായി ഇവിടെ. ഇനി ഏതോ മരങ്ങൾ സ്പൂണാവണതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ടോർച്ചും കൂടി സെറ്റ് ചെയ്തൊക്കെ. അപ്പോൾ ഇവിടേക്കുള്ള പാത്തിലുള്ള ടോർച്ച് ഈസ് റെഡി. ഇത് ശരിക്കും ഈ പാത്ത് ഞാൻ ഇത്തിരി വളർന്നിട്ടുണ്ടാക്കിയാണ്, അത് കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം, അതിന് കുറച്ച് അവിടെയും വയ്ക്കാം. ഇവിടെ ലൈറ്റ് ഈ ഇത് 2 ടോർച്ചായാലും കുഴപ്പമില്ല. ബാക്കി ബേസ് പോയി എടുത്തിട്ട് വരാം നമുക്ക്. അയ്യോ, ഇത് ഇവിടെ വെച്ച ശരിയാവില്ല. ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതിൽ വെക്കണം. അത് ബ്ലോക്ക് എടുത്ത് വെച്ച് പിന്നെ അത് ഇങ്ങനെ വെക്കണം. ഇതാണ് സ്കെൽട്ടൺ. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2 സ്കെൽട്ടണെ പോയി കൊന്നു, 2ൻ്റെ ബോൺ കിട്ടിയില്ല എനിക്ക്. ഒരു മിനിറ്റ്, മൈക്ക് ഓണല്ലേ? ആണ്, അല്ലെങ്കിൽ എത്ര നേരം എന്താക്കിയതൊക്കെ വെറുതെ പാഴും. ഞാൻ ചെക്ക് ചെയ്താണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫ് ക്യാമറയിൽ ഞാൻ ഒപ്പം കൂടി കളിക്കുമ്പോഴായിരുന്നു ഇവിടെ സ്കെൽട്ടൺ ഉണ്ട്. അപ്പം അന്ന് അവിടെ ഉണ്ടാവും, ഫുൾ ലൈഫ് ഉണ്ട്. ഇപ്പം പോയി തട്ടണോ അവനേതോ? പിന്നെ മതിയോ? ഇപ്പം പോയാണ്ട് തട്ടാം. വെള്ളത്തിൽ വീഴാണ്ട് നോക്കണം ആദ്യം. ഇവിടെ ഇങ്ങനെ സേഫായിരിക്കുക. അങ്ങോട്ട് വരില്ലേ, നടന്നു വരച്ച പൊട്ടൻ. വെള്ളത്തിൽ നിന്ന് കയറി വന്നാൽ അവനെ കൊല്ലാൻ സിമ്പിളാ. ഇതാ നടക്കണവൻ. മഴ ജിംബ്രോട്ടാ, വാടാ ഇവിടെ വാ. ജിംബ്രോട്ടൻ, ഹലോ ജിംബ്രോട്ടൻ. ജിംബ്രോട്ടാ, നീ തീർന്നു. ജിംബ്രൂട്ടൻ തീർന്നു മോനെ.
ജിംബ്രൂട്ടിൻ്റെ അടുത്തുനിന്ന് അയ്യോ മറ്റേ മജീഷ്യൻ നമുക്ക് അവൻ കാണുന്നതിന് മുമ്പ് ബേസ് പോവാം. എടാ അന്ന് നമ്മൾ അവനെ ഓടിച്ചു വിട്ടല്ലേ മറ്റേ മജീഷ്യനെ. അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിട്ട് അത് നമ്മളെ കാണുന്നതിന് മുമ്പ് നമ്മൾ ബേസൊക്കെ അടച്ചിടാം. അതായിരിക്കും നല്ലത്. നെതറൊക്കെ വെച്ച് അടച്ച് സേഫാക്കി വെക്കണം നമ്മുടെ ബേസിനെ. അവങ്ങോട്ട് വരാത്ത രീതിയിലാക്കി സെറ്റ് ചെയ്യണം. പട്ടിയാണെങ്കിൽ ചിലപ്പോൾ കയറി വരും. നമുക്ക് അവനെ പോയി തട്ടാം ഗൈസ്. മറ്റേ മജീഷ്യൻ്റെ അല്ല കുഴപ്പമില്ല. അതിൽ ഫർണസിക്കിടാം. പതിനഞ്ചെണ്ണം അത് ഫർണസ് കിടക്കട്ടെ. അതാവുമ്പോഴേക്ക് 2 ആരോസ് പിന്നെ കുറച്ച് ലെതർ പിന്നെ ബോൺ മീലാക്കണം. ബോൺ മീൽ ഇപ്പോൾ ആവശ്യമുള്ള ഉണ്ട് നമുക്ക്. ഇതിങ്ങനെയാണ് മൂഞ്ചണ്ട് അറിയോ? നമുക്കറിയില്ലല്ലോ, ഞാൻ പഠിപ്പിച്ചു തരാം. എന്താണിത് എപ്പോൾ പൊട്ടാനാണോ? അതിനേക്കാൾ നല്ല എന്താ അറിയോ, ഇങ്ങനെ പൊട്ടിക്കുക, എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വയ്ക്കുക, അത്രേ ഉള്ളൂ. മജീഷ്യനെ തട്ടാനുള്ള ഇപ്പം എന്താ ചെയ്യുക? അവനെ ഒരു വട്ടം നമ്മൾ ഇവിടുന്ന് ഒഴിപ്പിച്ചു വിട്ടാണ്. ഇനി അവൻ നമ്മളെ കാണാണ്ട പോവാനി തിരിച്ചിട്ട്. അവനെ ക്യൂർ ചെയ്തിട്ട് കാര്യമില്ല, വേറെ എന്തെങ്കിലും കാട്ടിയിട്ട് വരും. വീണ്ടും പെട്ടു ഗൈസ്. അവനെ ക്യൂർ ചെയ്തിട്ട് അതുകൊണ്ട് കാര്യമില്ല. അയ്യോ അല്ല അവന് സോംബിയൊക്കെ പോരെ, അതന്നെ അതിനല്ല ക്യൂർ ചെയ്യാറിയ. അല്ല സോംബിനെ സാധാരണ വെക്കണേനെയാണ് ക്യൂർ ചെയ്യാറിയാം അല്ലേ? ബാ നമുക്കൊരു പോയി നോക്കാം. അതാ പോണവൻ. അവൻ പേടിച്ചു പോണു കേട്ടോ. നമ്മളന്ന് എന്നെ കണ്ടപ്പോഴൊക്കെ അവൻ പോയി. ഡയമണ്ട് ഈ പാത്ത് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്തിരി എളുപ്പമായി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പട്ടി തിരിഞ്ഞു നോക്കണ്ടാവൻ. ഇങ്ങോട്ടാണോ ആണ് ഗൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യുമല്ലയാ? എന്തായാലും കുറേ പോഷനും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല ഗൈസ്, പണി തന്നെ വഴിയുള്ളൂ. ഈ ബോയല്ല, മറ്റേ പവർ ബോണ്ട്. മറ്റേ സീൻ ഒറ്റ ഇതുകൊണ്ട് അല്ല, ബോപ്പ് റിപ്പയർ ചെയ്യണ്ട. ഓക്കെ, $2000 പോരാ അവനെ തട്ടാൻ. ഒരു 10-15 ആരം എടുത്തിട്ടുണ്ട്. അവൻ്റെ ലൈഫ് വല്ലതും കുറയുമോ എനിക്കറിയില്ല കേട്ടോ. അവനിന്ന് വന്നിട്ടുള്ളൂ. എൻ്റെ പേര് റോക്കി. ഞാൻ വന്നി ഇവിടെ വാടാണെങ്കിൽ ഇങ്ങോട്ട് വാടാ. പേടിച്ചവൻ. അവൻ അറ്റാക്ക് ചെയ്യാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയാത്ത.
അവനെയും കൊല്ലും ഞാൻ. അല്ല, എന്നോട് അവൻ്റെ കളി. അവനെ കളി പഠിപ്പിച്ചു കൊടുക്കും ഞാൻ. അവന് എന്നോടോ ബാല, ഈ റോക്കിയോടോ നടക്കില്ല നിന്റെ കളി എൻ്റെ അടുത്ത്. റോക്കിന്ന് சொன்னது സുമ്മാവാ? റോക്കിയുടെ പവർ അതാണ്. റോക്കി കുറച്ച് ആരോ പോയി തോന്നുന്നു. ആരോ ഇവിടെ ഒന്നും കാണില്ല. വല്ല ടോർച്ച് വെച്ച് നോക്കേണ്ടി വരും. വെള്ളത്തിൻ്റെ അടിയിൽ ടോർച്ച് കത്തൂല. എന്താ ചെയ്യാ, അത് സീനില്ല. പക്ഷെ അവനെ നമ്മൾ തട്ടി. കഴിഞ്ഞ വട്ടം നമ്മളെ അവൻ കൊല്ലാൻ ശ്രമിച്ചു. ബട്ട് കഴിഞ്ഞ വട്ടം നമ്മളവനെ തുരത്തി വിടുക ചെയ്തില്ല, ഒരു വാണിങ് കൊടുത്തിട്ട്. ഇപ്രാവശ്യം പിന്നെ തീർത്തു. അവൻ്റെ പോഷൻ അവിടെ ഉണ്ടാവുമല്ലോ, നമുക്ക് സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് പോവാം. ഇനി നമ്മൾ ആവശ്യമില്ലാണ് നമ്മുടെ ടൂൾസ് എടുക്കരുത്. ഇനി പോവാം. ബടാ ഇനി എൻ്റെ ബോയൊക്കെ പോയി തിരിച്ചാലോ. പോയ സാധനങ്ങളും അവൻ്റെ പോഷനും. അവൻ പോഷൻ ഡ്രോപ്പ് ചെയ്തോന്നറിയില്ല. ഇവിടെ എവിടെ കാണാനില്ലല്ലോ ഒന്നും. XP പോലും കാണില്ല അവൻ്റെ. ഇതിൻ്റെ അപ്പുറത്തേക്കല്ല അവൻ വീണ്. അത് എൻ്റെ എൻചാൻറ്റഡ് ബോൻ്റെ പവർ കാരനാണ് അവൻ കൊണ്ടത്. അല്ലെങ്കിൽ അവനൊന്നും പറ്റില്ലായിരുന്നു. സത്യ എവിടെ ഇപ്പത്? അവിടെ എന്തോ കാണുന്നുണ്ട്. പക്ഷെ ബ്രീത്തിങ്ങിന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ലൈഫ് പോയി. നമുക്ക് അണ്ടർ വാട്ടർ പോഷൻ വല്ലതും കിട്ടണമായിരുന്നു. എടാ, ഇവൻ്റെ സാധനങ്ങൾ എവിടെ? ഇതവിടെ കിട്ടി. ഒറ്റ മൂഞ്ചിയോ സംശയം പോലെ. ഒരു XP തേങ്ങ. വേഗം നമ്മളിവിടെ തീരുന്നതിന് മുമ്പ് ഞാൻ പോയി എൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്യട്ടെ. വെള്ളം നമുക്കൊരു വീക്ക്നെസ് ആണ് ഗൈസ്. അവരത് അറിഞ്ഞുകൊണ്ടാണ് വെള്ളത്തിൽ പോയത്. എൻ്റെ ടൂൾസും കൂടി പോയി. പക്ഷെ അതെവിടെ കിടക്കണമെന്നും കൂടി അറിയില്ല. എൻ്റെ ടൂൾസ്, എൻ്റെ XP തെറിച്ചു പോയി കുറേ സ്ഥലത്ത്. എൻ്റെ ഭഗവാനെ, എന്താ ഒന്നും ക്ലിയർ ആവാത്ത? പൊന്തിക്കോ ഉണ്ടോ? ഇതിനാണ് ഒരു വഴിയില്ലാത്ത. എന്താ സോഡും പോയി പണ്ടാരം. ഞാൻ എന്ത് കാട്ടാനോ? ഒരു മിനിറ്റ് വേണ്ട, നമുക്ക് പുതിയ ടൂൾ ഉണ്ടാക്കാം എന്തായാലും. പക്ഷെ അതിൻ്റെ ലൈഫ് പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മോർണിംഗ്ലെറ്റ് 4 വുഡ് ക്രാഫ്റ്റിംഗ് ലൈബ്രറി. എന്നോടോ ബാല, ഡയമണ്ട് ഓടിക്കില്ലേ ചോക്കി നിങ്ങൾ? പക്ഷെ ഡയമണ്ട് എടുക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് എടുക്കുന്നില്ല. ഈ ആൻവില്ല് ഇട്ടിട്ട് ആ
മറ്റേ സിംഗിൾ ആരോ കൊണ്ട് ഉള്ള ബുക്ക് ഉണ്ടോ നോക്കട്ടെ അതിനുള്ളത്. ഇതെന്താ എഫിഷ്യൻസിയാണ്, ഇതോ എഫിഷ്യൻസി. അപ്പോൾ രണ്ടും കാര്യമില്ല. നമുക്കിന്ന് നമ്മുടെ സ്ഥലത്ത് കൂടെ കറങ്ങിയിട്ട് വരാം. പുതിയ ആരെങ്കിലും കണ്ടാൽ തട്ടിയിട്ട് വരാം. നമ്മുടെ സാധനങ്ങൾ ഡീസ്പോൺ ആവാൻ വേണ്ടി ഇരുന്നാൽ മതിയാണ്. നമുക്ക് പിന്നെ ഒരു ദിവസം മുങ്ങൽ വിദഗ്ധനെ കൊണ്ടുവന്നിട്ട് എടുക്കാമായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും എടുത്താലും മതി. അയ്യോ, ബോണൊക്കെ എടുത്തു വെച്ചു. ബോണായിരുന്നു മെയിൻ. സോഡ് പിന്നെ ഉണ്ടാക്കാം. ബോണ് നഹി. സ്പൈഡർ എവിടെ പറഞ്ഞി? നമ്മൾ ആരോടെ അടുത്തായി പോയി ഫൈറ്റ് എടുക്കുക. സ്കെൽട്ടൻ ഒന്നും കാണാല്ല. അയ്യോ, നോ സ്കെൽട്ടൻസ്. സ്കെൽട്ടൻ പേടിച്ചിരിക്കുകയാണ് ഗൈസ്. റോക്കിയുടെ ധൈര്യം കണ്ടിട്ട് പേടിച്ചിരിക്കുന്നു സ്കെൽട്ടൻ. തമ്മിലിടാനുള്ള കണ്ടന്റായി. യെസ് യെസ്, നമുക്ക് അപ്പുറത്തെ ബേസ് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാം രാത്രിയിൽ. ഓ, എവിടുന്ന് ഈ സ്പൈഡറിൻ്റെ ശബ്ദം? സ്കെൽട്ടൺ ശബ്ദം ഉണ്ടാക്കിക്കൂടെ? അയ്യോ, നമ്മുടെ ബേസ് ചെറുതായി കഴിഞ്ഞു പോയി. ഇവിടെ നിന്ന് വഴി മാറിയതാണ് ചെറുതായിട്ട്. ഇതന്നെ റൂട്ട്. അയ്യോ, ഓ, ഇങ്ങനെ പോവാ. ഇങ്ങനെ എന്നിട്ട് ഇങ്ങോട്ടൊരു ചാട്ടം ചാട്ടി കൊടുത്താൽ മതി. ഇങ്ങോട്ട് ദിസ് ഈസ് അവർ രണ്ടാമത്തെ ബേസ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മാക്സിമം ഒരു ഒന്നാം പാർട്ട് മുതൽ കാണണം. ശരിക്കും പറഞ്ഞാൽ മാക്സിമം ഇതിന് മുമ്പത്തെ പാർട്ടെങ്കിലും കണ്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഡാമേജ് നമ്മൾ കഴിഞ്ഞ ദിവസം അയ്യോ, അതൊരു കേൾക്കാത്ത സൗണ്ട്. അയ്യോക്ക് പേടിയാണു. ദാമു, ദശമൂലം ദാമു. അതുണ്ടോ? ഉണ്ട്. Where is ദശമൂലം ദാമു? പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മുടെ അണ്ടർഗ്രൗണ്ട് ബേസിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കമൻറ്റ് ചെയ്യാൻ. നിങ്ങളൊരു ഐഡിയ ആയിട്ട് ഒന്നും കമൻറ്റ് ചെയ്യില്ല. അത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. മാക്സിമം ഇമ്പാക്റ്റ് കുറയണം വരി ചാടാം. ഓ, ഇതുകൊണ്ടോ സ്കെൽട്ടൺ ഒന്നുമില്ല. ഇവിടെയൊക്കെ നമ്മൾ ഓഫ് ക്യാമറയിൽ കുറച്ച് പണിയെടുത്തു. പിന്നെ ഗൈസ്, എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല ഫുള്ളായിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും സൗണ്ടിനൊരു വ്യത്യാസം ഉണ്ടാവും. ജലദോഷവും പനിയൊക്കെ ആയിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ എവിടേക്കാണ് തിരിഞ്ഞ് നിൽക്കണത്? ഇത് ബേസിക് അല്ലല്ലോ, ആണല്ലേ? നെതർ പോയി പണിയെടുക്കാൻ. എനിക്ക് ഇവിടെ നിന്നിട്ട് മൊത്തം അപമാനായി. നെതറിൽ ഇനി നേരെ നെതറിക്ക് വേണ്ടി. ഇവിടെ ഉള്ളവന്മാർ ശരിയല്ല. ഇനി നെതർ പോയിട്ടല്ലോ കളി. ഇനി നെതറിൽ വിളയാടാൻ പോണത് റോക്കി. ഒരു സ്റ്റേക്ക് നെതറിൽ കൊടുത്തിട്ട് പോവാ. ഇംഗ്ലച്ച് വേണ്ട, ഫുഡ് രണ്ടെണ്ണം ഇരുന്നോട്ടെ. ഇനി എന്തൊക്കെയാണ് നമുക്ക് എടുക്കണ്ടേ? ഒരു 35 ബ്ലോക്ക്, നെതർ ബ്ലോക്ക്. പിക്കേക്സ് വേണോ? ഈ ബ്ലോക്കിൻ്റെ ആവശ്യമില്ല, സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. ശരിക്കും കേട്ടോ,
സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ രാത്രി കടന്നിറങ്ങിയിട്ട് പോവാം. അതല്ല അതിൻ്റെ ഒരു ശരി ഗൈസ്. നീട്ടോ റിപ്പയറോ സ്റ്റോൺ എടുക്കുക. ശരോ അത് ആൻവെല്ലില്ല പോണം. ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കണോ? ഇരിക്കട്ടെ വരണോ. അപ്പം നിങ്ങൾക്ക് നെതർ പോയിട്ട് ഞാൻ വെറുതെ ചാടിച്ചാവാൻ വേണ്ടിയിട്ടാണ് പോണത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എടുക്കാത്തത്. എന്തായാലും നമ്മൾ ആർമർ ഇടും ഡയമണ്ട്. കുറേ ദിവസമായി ഞാൻ പുറത്തെടുത്തിട്ട് തന്നെ. ബൈക്കൊക്കെ നനഞ്ഞു, കുഴപ്പമില്ല, ബൈക്കത്തിൽ വിട്ടു വയ്ക്കാം. വന്നിറങ്ങിയത് വേറെ ഏതോ സ്ഥലത്ത്. അയ്യോ ഇത് വെച്ചില്ല നമ്മള്. ഇത് എത്രാമത്തെ പോർട്ടലാണ്? 1 2 3 പോർട്ടൽ ഒരു സ്ഥലത്തൊക്കെ സ്പോണാവൂ. എന്താടാ ഇങ്ങനെ? അപ്പോഴേക്ക് രാവിലെ എവിടെ? നേരെ ഇവിടുന്ന് കയറി വെക്കാം ഒരു വെറൈറ്റിക്ക്. വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും എത്തിയാലോ. പിന്നെ ഇന്ന് നമ്മൾ ഫോണിലാണ് കളിക്കുന്നത്, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഞാൻ പോയി ചാടിട്ടോ ലാവേക്ക്, എനിക്ക് അതൊന്നൊരു വിഷയമല്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പില്ലർ ചെയ്ത് പോയി കഴിഞ്ഞ ദിവസം. അതൊക്കെ ഓഫ് ക്യാമറയിലാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഒരു പന്നി വരണ്ടാണ് എന്നെ തട്ടാൻ. ആ പന്നീനെ കാണാനില്ല, എവിടെയാണോ? ആ പന്നിയാണ് നെതർ പോർട്ടിൽ ഒരു 5-6 വട്ടം പൊട്ടിച്ചത്. ഓർമ്മ വരും. ഗോസ്റ്റ് അല്ല ഗോസ്റ്റ്. അവനുള്ള പണി നമുക്ക് കൊടുക്കാം. അവനാണ് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാ എങ്ങനെ ഞാൻ കൊണ്ടു നടന്ന സ്ഥലം എന്നറിയോ? ദാവന്നാൻ ഉണ്ടോ? നേരെ വീട്ടിക്ക്. ആ പോട്ടൻ്റെ കൈ പോട്ടാ ശരിയാവില്ല ഗൈസ്. ഇതുകൊണ്ടാ സ്കെൽട്ടൻ നിൽക്കണ്. എൻ്റെ പേര് അയ്യോ ഞാൻ ഈ സൗണ്ട് കൊണ്ട് പോകണം. എൻ്റെ പേര് റോക്കി പറഞ്ഞിട്ട് ഇപ്പം തന്നെ ആർമർ എടുത്തിട്ടാലോ? വേണ്ട രമേശ് മാറ്റിപ്പിടി, കൊഞ്ചം മാറ്റിപ്പിടി. അടഗൊമ്മള് എന്തയ്യ വെള്ളത്തിൽ ചാടിയാലാണ് പ്രശ്നം ഗൈസ്. സ്കെൽട്ടനെ തീർത്തു. ഇപ്പോൾ സ്കെൽട്ടൻ തന്നെ എന്നെ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കില്ല. പന്നി വെറുതെ ഒരു ഫുഡ് വേസ്റ്റായി ഗൈസ്. നിനക്ക് സ്കെൽട്ടാ ഇത് ഞാൻ റോക്കിയടാ. നിനക്ക് ആള് മാറിപ്പോയി. എവിടെ എൻ്റെ ടൂൾസ്? ഇന്നലെ കാണിച്ചു കൊടുക്കണ്ടാവും അതിന്. ഇതെന്താ അഭിമാനത്തിൻ്റെ പ്രശ്നം? 10-15 അടുത്തുള്ളൂ. ഇത് മതിയാവും തോന്നുന്നു. വേറെ ടൂൾസ് ഒന്നും വേണ്ടല്ലോ, ഇത് മതി. സ്കെൽട്ടാ ഇത് വരുന്നത് റോക്കിയുടെ കിങ്. ആദ്യത്തെ അടിയിലാവും തീർന്നു. അതാടാ റോക്കിയാടാ ഞാന്. നിന്നെപ്പോലെ നാണല്ലാണ് നടക്കലല്ല. അല്ല അവനല്ല, അവൻ്റെ അപ്പുറത്തെ വീട്ടിൽ വന്നാലും റോക്കി പടച്ചു വിടും.
റോക്കി എന്ന് സണ്ണത് സുമ്മാവാ ബിജെപി നിങ്ങൾ എന്ത് നോക്കിയിരിക്കണം വിജയമുട്ട ഇടി വേറെ അടുത്തവൻ ഉണ്ടോ ഒറ്റടി മതി റോക്കിക്ക് ബോണും കിട്ടി എക്സ്പിയും കിട്ടി അയ്യോ ആരോയും കിട്ടി ഞാൻ വിട്ട ആരോ മാത്രമേ കിട്ടിയുള്ളൂ മറ്റേ സ്കെൽട്ടൻ്റെ അവൻ്റെ ബോണ്ട് കിട്ടിയില്ലേ കേട്ടോ സോംബി എവിടെ വന്നി അവനെയും കൂടെ ശരിയാക്കി കൊടുക്കാം അപ്പം മനസ്സിലായോ റോക്കി റിവെഞ്ചിൻ ടൂൾസൊക്കെ എടുക്കും ഇനിയിപ്പോൾ ഉരി വയ്ക്കും പോയിട്ട് അതാണ് റോക്കി എനിക്ക് എടുക്കാറായിട്ടൊന്നുമല്ല നമ്മൾ പിന്നെ പാവല്ലേ വിടല്ലേ പറഞ്ഞിട്ടാണ് റോക്കിനോട് അവൻ്റെ കളി അവനല്ല അവൻ്റെ ഫാദറിനെയും വിളിച്ചടിക്കാൻ ധൈര്യമുണ്ട് റോക്കി അല്ല പിന്നെ അറിയില്ലേ ഇനി നമുക്ക് സോഡ് എടുക്കാം ഡയമണ്ട് കൊണ്ട് റോക്കി നടക്കണം ഏതാ ലുക്ക് ചില സമയത്ത് സ്റ്റോൺ പോലും ഉണ്ടാവില്ല കയ്യിൽ അത് വേറെ കാര്യം പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം പോലെയൊന്നുമല്ല ഗൈസ് ഡയമണ്ട് കൊണ്ട് ഓണം പോലെ ടടറാടാ ഇപ്പോൾ ഡയമണ്ടിൻ്റെയൊക്കെ എന്താ വില ചെറിയ എൻ്റെ ഒരു ഡയമണ്ട് പിക്കാക്സ് പോയി അതറിഞ്ഞു നമ്മൾ ഇല്ല ഇനി ഞാൻ ഫുള്ള് ടൂൾസായിട്ട് എപ്പോഴും നടക്കുള്ളൂ ഗൈസ് ഇപ്പൊക്കെ ഒരു വിശ്വാസമായി ടൂൾസിനോട് ഒരു ബഹുമാനം ഞാൻ പിന്നെ ഈ കുറേ ടൂൾസ് ഉണ്ടാക്കിയേക്കണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫ് ക്യാമറയിൽ കളിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്ത് വയ്ക്കുന്നത് ഇപ്പം ഈ ടൂൾസും മതിയായിരിക്കും ഇവിടെ വാഴാൻ പോണത് റോക്കി വാഴുന്നതോ റോക്കി പറയാത്ത തമിഴൊക്കെ ഞാൻ തള്ളിയിടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണാവുക നമുക്കിനി ഷുഗർ കെയിൻ ഹണ്ടിന് പോവാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇത്രയും വലിയ ഷുഗർ ഫാമില്ല അതാകെ കുറച്ചുള്ളൂ വയസ്സ് കാണിച്ചു തരാം ഒരു ചെറിയ ഒരു 10-100 സ്റ്റാക്ക് ഉണ്ടാവും അവിടുന്ന് ഇപ്പോൾ നോക്കിയാൽ ഇതാ ആ കാണുന്നുണ്ട് അവയ്ക്ക് ഇനി എൻ്റെ ഷുഗർ കെയിൻ ഫാം വലുതാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഇത് ഉണ്ടാക്കണം അതിന് വേണ്ടി അയ്യോ ആർമറുള്ളത് കൊണ്ടൊന്നും പറ്റിയില്ല ലൈഫ് പോയി പക്ഷെ ലൈഫ് ഇപ്പോൾ കയറും ഫുൾ ഡയമണ്ട് ആർമർ ആയതുകൊണ്ട് ഇനി ഒന്നും പേടിക്കാനില്ല മോനെ പിന്നെ ഇന്ന് നമ്മൾ മൊബൈലിൽ കളിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നു മൊബൈലിൽ കളിക്കാൻ കാരണം വേറൊന്നുമില്ല എനിക്കിന്ന് മൊബൈലിൽ കളിച്ചു നോക്കാൻ ഒരു അപ്പം ഇന്ന് കമ്പ്യൂട്ടർ അവിടെ വെച്ചിട്ട് മൊബൈലെടുത്ത് കളിച്ചു റോക്കിയുടെ പവർ ഫീൽ കേട്ടോ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ തുടങ്ങി ദേഷ്യം വന്നപ്പോഴേ കൊടുത്ത അണ്ണാക്കി കൊടുത്തു ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം എൻ്റെ ബോട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ട് പോയി ഇവിടെ എന്താ ടൂൾസും ഉണ്ടാവുമല്ലോ അത് ഡീസ്പോണായോ അതൊന്നും ആവശ്യമില്ല കുറച്ച് ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു പിന്നെ കൺട്രോളറിൽ ഞാൻ എപ്പോഴും കളിച്ചിട്ട് എനിക്കിപ്പോൾ കയ്യും കൊണ്ട് ഫോണിൽ കളിക്കുക എങ്ങനെയാണെന്നും കൂടി അറിയില്ല ഇപ്പോൾ നേരാണ് നമുക്ക് ഷുഗർ കെയിൻ തപ്പി പോവാം ഷുഗർ കെയിൻ അയ്യോ ഷുഗർ കെയിനാണോ അല്ല വണ്ടി നേരെ അങ്ങോട്ട് വിടാം നമുക്കിനി എവിടുന്ന് ഷുഗർ കെയിൻ കിട്ടണോ അവിടുന്ന് ഞാൻ തിരിച്ചു വിടും ഇത് റോക്കി ഇതൊക്കെ നമ്മുടെ ഐലൻഡിൻ്റെ അടുത്തുള്ള കേട്ടോ നമ്മുടെ ഈ മാപ്പ് വലിയ മാപ്പാണ്
വലിയ മാപ്പ് പറഞ്ഞത് ഓപ്പൺ മാപ്പാണ്. അത് എത്ര നേരം പോയാലും ഈ മാപ്പ് തീരില്ല, വേറെ കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇരുട്ടായി, പക്ഷെ നമുക്ക് വിഷയമില്ല. കഴിഞ്ഞ ദിവസം ഒരു സോംബി ഇതിൽ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ ബോട്ട് അവിടെ ഇട്ട് പോയി. എന്നിട്ട് ഞാൻ പുതിയ ബോട്ട് ക്രാഫ്റ്റ് ചെയ്തു. അത് വീഡിയോയിലുണ്ട് തോന്നുന്നു, ഏതോ വീഡിയോയിൽ. ഇവിടുത്തെ വ്യൂ ചുമ്മാ സീനാണ് ഗൈസ്. അയ്യോ, വഴി തെറ്റിയോ? ഇങ്ങോട്ടല്ലേ? വിട് റോക്കി, വണ്ടി പെടാ. പശു സ്പോണായി അവിടെ ഗൈസ്. വഴി തെറ്റിയോ എന്നൊരു സംശയം. പക്ഷെ ഡയമണ്ട് ആർമറും ടൂൾസുമാണ്. എങ്ങനെ വഴി കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകും. എനിക്ക് ഇത്തിരി ആഗ്രഹമുണ്ട് ഈ ആർമർ കുറച്ച് കാലമെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടേ. ഒരു കോതി. നമ്മുടെ സ്ഥലത്താണ് ഇപ്പം ഏകദേശം തോന്നുന്നു. എനിക്ക് എക്സ്പിയുടെ സൗണ്ട് നല്ല ഇഷ്ടമായി. ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയാലേ അവനെ ആക്രമിക്കാൻ പറ്റൂ. കുഴപ്പമില്ല, എനിക്ക് കൊള്ളാണ്ടിരുന്നാൽ മതി. കൊണ്ടില്ല. സ്കെൽട്ടൻ മൂഞ്ചി. ഇതെൻ്റെ ബേസിൻ്റെ അടുത്തല്ലേ? ഞാൻ വേറെ ഏതോ ബേസിക്കാണോ ഒന്ന് പൊന്നു. വയ്യട്ടോ. ലീവ് ബോട്ട്. ഓ ഗൈസ്, അര ലൈഫ് പോയിൻ്റെ. ഇതെൻ്റെ ബേസിൻ്റെ അടുത്താണ്. കാരണം ഇവിടെയാണ് ഇജാതി ക്രീപ്പർ സെറ്റുള്ളത്. ഇരുട്ടായി ഗൈസ്. ഇതാ കിടക്കണം. അപ്പം എൻ്റെ ബേസ് ഇവിടെ ഇല്ലേ? ആണ്, ഇതാ നിൽക്കണം നമ്മുടെ ബേസ്. നമ്മുടെ ബേസിൻ്റെ അടുത്ത് തന്നെ. അപ്പം എവിടെ പോയാലും ഞാൻ ബേസിക്ക് തിരിച്ചു വരും. അതാണ് ആകെയുള്ള സമാധാനം. രാവിലെ പോയി ബോട്ടൊക്കെ എടുക്കുക. ഇനിയിപ്പോൾ വയ്യ. സ്കെൽട്ടനപ്പോൾ നമുക്ക് പഞ്ചറാക്കിയിട്ട് വരാമെന്ന് വേണമെങ്കിൽ. പിന്നെ ഞാൻ അവനൊരു പാവം വലിയ വെച്ചിട്ട് അവനെ തീർക്കണ്ട വിചാരിച്ചിട്ട് അവിടെ കൊല്ലാന്നത്. നമുക്ക് പോവാം. ഞാൻ അവനെ തീർത്തിട്ട്